ഹായ് ഓൾ, ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന തമ്മിലെല്ലാം കണ്ട പോലെ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ PNL കാര്യങ്ങളൊക്കെയാണ്. പിന്നെ റിസ്ക് റിവാർഡിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻസും അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്, ഇന്ന് മാർക്കറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. നല്ല ട്രേഡിങ്ങിൽ ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് കണ്ടൻസ് ആയിരിക്കും ഇതിൽ പറയുന്നത്. റിയൽ മാർക്കറ്റിലുള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ റിയൽ മാർക്കറ്റിൽ പ്രാക്ടിക്കലായിട്ട് വർക്ക് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയുന്നത്. വെറുതെ കുറച്ച് തിയറിയും കാര്യങ്ങളല്ല, റിയൽ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് സംഭവങ്ങളായിരിക്കും പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഫ്ലാറ്റ് ട്രേഡിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് ട്രേഡിൻ്റെ പാനലാണ്. ഞാൻ ഫ്ലാറ്റ് ട്രേഡിലാണ് ട്രേഡും കാര്യങ്ങളൊക്കെ എടുക്കൽ. അതിൽ ഈ മാസത്തെ PNL ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. കഴിഞ്ഞ വീക്ക് തമ്മിൽ കണ്ടുകൊണ്ട് കഴിഞ്ഞ വീക്ക് കംപ്ലീറ്റ് SL ആണെങ്കിൽ അത് ഞാൻ കാണിച്ചു തരാം. കഴിഞ്ഞ വീക്കിൽ എത്രമാത്രം SL ഉണ്ടെന്നൊക്കെ, എന്നിട്ടും എന്തുകൊണ്ട് പ്രോഫിറ്റബിൾ ആയി എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ജനുവരി ഫെബ്രുവരി 1 സെലക്ട് ചെയ്ത് കൊടുക്കുക, സ്റ്റാർട്ടിംഗ് ഡേറ്റ്. ഇത് വെരിഫൈഡ് PNL കിട്ടുന്ന പാനലാണ്, മറ്റേ ഫ്ലാറ്റ് ട്രേഡിൻ്റെ. ടു ഡേറ്റ് തന്നെ മതി. ഇന്ന് വരെയുള്ള കംപ്ലീറ്റ് PNL ഫെബ്രുവരി മന്തിലുള്ളത്. അതിൻ്റെ ലിങ്ക് ഇവിടെ ജനറേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ പ്രിവ്യൂ അടിച്ചെടുക്കുമ്പോൾ ഇവിടെ കാണാം 16,968 രൂപയാണ് ഈ മാസം ഇതുവരെയുള്ള ടോട്ടൽ പ്രോഫിറ്റ്. ഇനി 2 വീക്കും കൂടെ കംപ്ലീറ്റ് ആവാനുണ്ട്. ഇതുവരെയുള്ള പ്രോഫിറ്റാണ് ഇത്. അപ്പോൾ ഈ 16,928 എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ 16,928 ഡിവൈഡഡ് ബൈ എൻ്റെ ക്യാപിറ്റൽ 75,000 ആണ്. ഞാൻ 2 ലോട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. 2 ലോട്ടിന് 75,000 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 2 ലോട്ടിന് 150 ക്വാണ്ടിറ്റി, അതിന് 75,000 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ക്യാപിറ്റലിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് നെക്സ്റ്റ് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ 22.5% ഓഫ് ടോട്ടൽ ക്യാപിറ്റലാണ്. ഡിപ്ലോയ്ഡ് ക്യാപിറ്റൽ അല്ല, ടോട്ടൽ ക്യാപിറ്റൽ. ഞാൻ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച ടോട്ടൽ ക്യാപിറ്റൽ ആകെ 75,000 ഉള്ളൂ. സോ അതിൻ്റെ 22.5% ആണ് ഈ ഒരു പ്രോഫിറ്റ് എന്ന് പറഞ്ഞത്. 16,968 പറഞ്ഞത്. അത് 22% പ്രോഫിറ്റിലാണ് ഈ ഒരു 3 ആഴ്ച എന്ന് പറയാൻ പറ്റില്ല, ഇത് ഒറ്റ ദിവസം മാത്രമേ ഉള്ളൂ ഈ വീക്കിൽ. അപ്പോൾ 2 ആഴ്ച ട്രേഡ് ചെയ്തിട്ട് ഉണ്ടായ പ്രോഫിറ്റ് പറഞ്ഞത് 22% ആണ്. അല്ല, 2 ആഴ്ചയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീക്ക് കംപ്ലീറ്റ് ലോസാണ്. കംപ്ലീറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ നോക്കുകയാണെങ്കിൽ 2 SL ആണ്. ഇനി 1,800 SL പറഞ്ഞാൽ 900 രൂപയാണ് എനിക്ക് ലോസ് വരുന്നത്. അപ്പോൾ 2 SL ആകുമ്പോൾ 1,800 രൂപ. പിന്നെ അതിൻ്റെ മുന്നേ ട്രേഡ് ഇല്ല. ഇനി ഈ ദിവസം 2 SL ആണ്, 1,800. പിന്നെ ഈ ദിവസം 1 SL ആണ് ഇനി. അപ്പോൾ 1 SL വരുമ്പോൾ 900 രൂപ. അങ്ങനെ കഴിഞ്ഞ വീക്ക് ടോട്ടൽ 1, 2, 3, 4, 5 SL ആണ്. കംപ്ലീറ്റ് SL എടുത്ത എല്ലാ ട്രേഡും SL ആണ്. ഇനി 5 SL ആണ്. അതായത് കഴിഞ്ഞ വീക്ക് അത്ര ഫേവറബിൾ ആയിട്ടുള്ള ഒരു വീക്കല്ല ഇനി. എൻ്റെ സ്ട്രാറ്റജി പ്രകാരം നല്ല എൻട്രീസ് ഒന്നും കിട്ടിയില്ല. നല്ല എൻട്രീസ് എന്നല്ല, ഈ 5 എൻട്രീസ് നല്ല എൻട്രീസ് തന്നെയാണ് ഇനി. പക്ഷേ ടാർഗറ്റ് അടിച്ച എൻട്രീസ് ഒന്നും ഇല്ല ഇനി. കംപ്ലീറ്റ് SL ആണ്. ബട്ട് സ്റ്റിൽ അങ്ങനെ ഒരു വീക്ക് കംപ്ലീറ്റ് SL ആയിട്ട് പോലും ഇത്ര ലോസ് ഒന്നല്ല, ഇത്ര പ്രോഫിറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. 22% പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. അതിൻ്റെ മുന്നത്തെ വീക്ക് നോക്കുകയാണെങ്കിലും 2 SL അടിച്ചിട്ടുണ്ട്. 2 SL മാത്രമല്ല, അതിലൊക്കെ SL അടിച്ചതുണ്ട്. അതായത് ഈ ദിവസം ഒരു ടാർഗറ്റ് മാത്രമാണ് ഇനി, ഒറ്റ ട്രേഡ് ഉണ്ടായിരുന്നുള്ളൂ. ഈ ദിവസം ഒറ്റ ട്രേഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതും ടാർഗറ്റാണ്. ഈ ദിവസം ഒരു ടാർഗറ്റും 1 SL ആണ് ഇതുകൊണ്ട്. അതാണ് ഈ പ്രോഫിറ്റ്. ഇവിടെ പ്രോഫിറ്റ് കാണുന്നുണ്ടല്ലോ 3,536 അല്ലേ. അത് ഒരു ടാർഗറ്റ് പറഞ്ഞാൽ 4,500 ആയിരിക്കും. അതിൽ 1 SL പറഞ്ഞാൽ 900 രൂപ. അപ്പോൾ 4,500 ഓൾമോസ്റ്റ് 1,000 റുപ്പീസ് കുറച്ച് കഴിഞ്ഞാൽ 3,500 ആയല്ലോ. അപ്പോൾ ഒരു ടാർഗറ്റ് 1 SL ആയിരിക്കും. അപ്പോൾ ഈ ദിവസം 1 SL ഉണ്ടായിട്ടുണ്ട്. 1 SL ഒരു ടാർഗറ്റുമാണ് ഇനി. പിന്നെ ഈ ദിവസം നോക്കുകയാണെങ്കിൽ 2,600 ആണ്. അത് 2 SL ഉണ്ടോ ചിലപ്പോൾ. ഒരു ടാർഗറ്റും 2 SL ആയിരിക്കും. അപ്പോൾ 4,500 ഓൾമോസ്റ്റ് 1,800 രൂപ കുറച്ചാൽ 2,600 കിട്ടല്ലോ. അപ്പോൾ ഈ ദിവസം 2 SL ഉണ്ട് ഇനി. അപ്പോൾ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ദിവസം 2 SL, ഈ ദിവസം 1 SL. അപ്പോൾ ടോട്ടൽ 3 SL, ഇവിടെ 4, 5 SL, 6 SL, 7, 8, 9, 10. അപ്പോൾ ടോട്ടൽ ഇതുവരെ എടുത്ത ട്രേഡ്സിൽ 10 SL എനിക്ക് അടിച്ചിട്ടുണ്ട്. 10 SL. ടാർഗറ്റിൻ്റെ എണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ദിവസം ഒരു ടാർഗറ്റ് 1, 2, 3, 4, ആകെ 4 ടാർഗറ്റേ ഉള്ളൂ. അതായത് ടോട്ടൽ 4ഉം 10ഉം 14 ട്രേഡ് എടുത്തതിൽ 10 ട്രേഡ് SL ആണ്. ആകെ 4 എണ്ണം മാത്രമേ ടാർഗറ്റ് അടിച്ചിട്ടുള്ളൂ. പക്ഷേ എന്നിട്ടും 22% പ്രോഫിറ്റിലാണ്. അപ്പോൾ എന്നിട്ടും ഇങ്ങനെ എന്തുകൊണ്ട് പ്രോഫിറ്റ് കിട്ടിയെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ, റിസ്ക് റിവാർഡ്.
നല്ല രീതിയിൽ റിസ്ക് റിവാർഡ് കറക്റ്റായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ ലെവലിലുള്ളൊരു പ്രോഫിറ്റിൽ എത്താൻ സാധിച്ചത്. ഇത് എല്ലാ മാസമൊന്നും പ്രോഫിറ്റ് ഇങ്ങനെ വന്നോളണമെന്നില്ല. പല മാസത്തിലും ഓവറോൾ നോക്കുമ്പോൾ മന്ത് എൻഡിൽ നോക്കുന്ന സമയത്ത് ലോസുള്ള ദിവസങ്ങളും വരലുണ്ട്. ലോസുള്ള മാസങ്ങളും വരലുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് കണ്ടിന്യൂസ് പ്രോഫിറ്റാണ്. PNL കാര്യങ്ങളൊക്കെ നോക്കിയാൽ കാണാൻ കഴിയും ചാനലിൽ. അപ്പോൾ ചില മാസങ്ങൾ ഇങ്ങനെ വരലുണ്ട്, ഓവറോൾ ലോസും വരലുണ്ട്. പക്ഷേ ഈ മാസം എന്തായാലും ഇനി ലോസിലേക്ക് പോകില്ല. ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുന്നൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മന്ത് ഫെബ്രുവരിയിൽ എന്തായാലും ഞാൻ ഓവറോൾ ലോസിലേക്ക് പോകില്ലെന്ന്. കാരണം സ്റ്റാർട്ടിങ്ങിൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി എത്ര ട്രേഡ് എടുത്ത് എത്ര SL അടിച്ചാലും ഓവറോൾ ലോസ് എന്ന് പറഞ്ഞ സംഭവം എനിക്ക് വരില്ല. അത് അത്രയും നല്ല റിസ്ക് റിവാർഡ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഈ ഒരു ട്രേഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1:10 കൂടുതൽ കിട്ടിയൊരു ട്രേഡാണ്. 900 rupees റിസ്ക് വെച്ചിട്ട് 9000 rupees പ്രോഫിറ്റ് എടുക്കുക പറഞ്ഞാൽ 1:10 കൂടുതൽ കിട്ടിയ ട്രേഡാണ്. പിന്നെ ഈ ട്രേഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 1:8 വരുന്നുണ്ട്. അപ്പോൾ അത്രയും പ്രോഫിറ്റ് അല്ല, അത്രയും നല്ല റിസ്ക് റിവാർഡുള്ള ട്രേഡ്സ് ആയതുകൊണ്ടാണ് ഇനി എത്ര ട്രേഡ് എടുത്താലും ഈ മന്ത് എൻഡ് ഞാൻ ലോസിലേക്ക് പോകില്ല എന്ന് ഞാൻ അത്രയും ഉറപ്പായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ പ്രോഫിറ്റബിൾ ആവാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത കുറച്ച് പോയിന്റ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഒന്ന്, ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ റിസ്ക് റിവാർഡാണ്. പ്രോപ്പർ റിസ്ക് റിവാർഡ്, നല്ല റിസ്ക് റിവാർഡുള്ള ട്രേഡ്സ് മാത്രം എടുക്കാം. അതായത് നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം പല രീതിയിലുള്ള ട്രേഡും വരും. ഇപ്പോൾ 1:1 അല്ലെങ്കിൽ 1:1 കുറവുള്ള 1:2 ആ രീതിയിലുള്ള ട്രേഡ്സൊക്കെ വരും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് മിനിമം ഒരു 1:3, 4, 5 ആ റേഞ്ചിലുള്ളതൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര SL അടിച്ചാലും പ്രശ്നമില്ല. നമുക്ക് ഒരു 1:10 ഒക്കെ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് 9 ട്രേഡ് അടുപ്പിച്ച് SL അടിച്ചാലും ഒരൊറ്റ ട്രേഡ് ടാർഗറ്റ് അടിച്ചാൽ അത് കംപ്ലീറ്റ് കവർ ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ ഇപ്പം ഒരു മന്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഇപ്പോൾ 2-3 വീക്ക് കംപ്ലീറ്റ് കുറേ SL അടിച്ചാലും 4ാമത്തെ വീക്കിൽ ചിലപ്പോൾ അവസാനം ഒരു 1-2-3 ടാർഗറ്റൊക്കെ അടുപ്പിച്ച് അടിച്ചു കഴിഞ്ഞാൽ ആ മന്ത് കംപ്ലീറ്റ് പ്രോഫിറ്റബിൾ ആവാൻ കഴിയും. നേരെ മറിച്ച് 1:1 ഒക്കെ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് കുറേ ട്രേഡ് SL അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രോഫിറ്റബിൾ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് കംപ്ലീറ്റ് കവർ ചെയ്യണമെങ്കിൽ കുറേ ടാർഗറ്റ് വീണ്ടും അടിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് അതിലുള്ളൊരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ കുറയും. പക്ഷേ നല്ല റിസ്ക് റിവാർഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ലോസ് വരികയാണെന്ന് സ്റ്റാർട്ടിങ്ങിൽ നല്ല രീതിയിൽ ലോസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് പോകില്ല. കോൺഫിഡൻസ് അവർത്താറുണ്ട്. കാരണം എന്താ, പിന്നെ ഒരു 2-3 ടാർഗറ്റ് ഫുള്ള് ലോസ് അടിച്ചു കഴിഞ്ഞാലും അവസാനം കുറച്ച് ടാർഗറ്റ് അടിച്ചു കഴിഞ്ഞാലും നമുക്ക് പ്രോഫിറ്റ് ആവാൻ കഴിയുന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവും നമുക്ക്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ട്രേഡിങ്ങിൽ വളരെ അത്യാവശ്യമാണ്. അതേപോലെ തന്നെ ഇനിയിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ലോസ് അടിക്കാതെ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ ഇവിടെ സംഭവിച്ച പോലെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പ്രോഫിറ്റ് കിട്ടിയായിരിക്കാം. അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്. കാരണം എന്താ, ഇനി ഈ മന്ത് ഫുള്ള് SL അടിച്ച് കഴിഞ്ഞാൽ പോലും എനിക്ക് ഓവറോൾ ലോസിലേക്ക് പോകേണ്ടി വരില്ല. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ലോസ് അടിച്ചാലും ശരി, പ്രോഫിറ്റ് വന്നാലും ശരി, ഇങ്ങനെ നല്ല റിസ്ക് റിവാർഡ് ഫോളോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു കോൺഫിഡൻസ് ട്രേഡിങ്ങിൽ ഉണ്ടാവും. ആ ഒരു കോൺഫിഡൻസ് ട്രേഡിങ്ങിൽ വളരെ അത്യാവശ്യമുള്ള സംഭവമാണ്. അപ്പോൾ ഒന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞത്, നമ്മൾ പ്രോപ്പറായിട്ടുള്ള എൻട്രി വരുന്ന ദിവസങ്ങളിൽ മാത്രം ട്രേഡ് എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ 2 വീക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ദിവസം എനിക്ക് ട്രേഡൊന്നും ഇല്ല. ഇനി ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മാർക്കറ്റിൽ വാച്ച് ചെയ്ത് ഇരിക്കുകയാണ് ഇനി. അതേപോലെ തന്നെ ഈ ദിവസം ഒന്നും എനിക്ക് മാർക്കറ്റിൽ ട്രേഡ്സ് ഇല്ല. അതായത് എൻ്റെ സ്ട്രാറ്റജി പ്രകാരമുള്ള പ്രോപ്പർ എൻട്രീസ് ഈ ദിവസങ്ങളിലൊന്നും വന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മളെ സെറ്റപ്പ് പ്രകാരം എൻട്രീസ് വരാത്ത ദിവസങ്ങളിൽ എൻട്രി എടുക്കാതിരിക്കുക എന്ന് പറഞ്ഞത് ഒരു സ്കില്ലാണ്. ആ സ്കില്ല് നമ്മൾ അക്വയർ ചെയ്തെടുത്തേ മതിയാവുള്ളൂ. അതല്ലാതെ ഈ പ്രോപ്പറായിട്ട് എൻട്രി വരാത്ത ദിവസങ്ങൾ ഏതെങ്കിലുമൊക്കെ ട്രേഡ് എങ്ങനെയെങ്കിലുമൊക്കെ എടുത്തിട്ട് കുറേ SL വാരി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോഫിറ്റ് കൊണ്ട് അത് കവർ ചെയ്ത് വരാൻ കഴിയില്ല. അതായത് ഇത്ര നല്ല റിസ്ക് റിവാർഡ് എടുത്തിട്ടും കാര്യമില്ല, നമുക്ക് ആ ഒരു ലോസ് നമുക്ക് റിക്കവർ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ നമുക്ക് ഈ പ്രോപ്പറായിട്ടുള്ള എൻട്രി വരാത്ത ദിവസങ്ങളിൽ എൻട്രി എടുക്കാതെ വെയിറ്റ് ചെയ്തിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും നല്ല ഇമോഷൻ കൺട്രോളും കാര്യങ്ങളൊക്കെ വേണം. അതൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്കങ്ങനെ എൻട്രി എടുക്കാതെ വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റുള്ളൂ. കാരണം ഇങ്ങനെയൊക്കെ SL അടിക്കുന്ന സമയത്തും ആ ഒരു രീതിയിൽ ട്രേഡ് എടുക്കാതിരിക്കണമെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇമോഷൻ കൺട്രോൾ വരണം. കാരണം ഇതുവരെ ഉള്ളത് കഴിഞ്ഞതിന് ശേഷം ശനി ഞായറും ട്രേഡില്ല. അതിനുശേഷം തിങ്കളാഴ്ച വന്നൊരു ട്രേഡ് എടുത്ത് അത് SL അടിച്ച് പിറ്റേന്ന് ഫുള്ള് മാർക്കറ്റ് നോക്കിയിരുന്നു, ഒരു ട്രേഡും കിട്ടിയില്ല. അതിൻ്റെ ഇതിപ്പോൾ ഒറ്റയടിക്ക് കാണണമെന്ന് വലിയ ഇതൊന്നും ഉണ്ടാവില്ല. പക്ഷേ ആ ഓരോ കഴിഞ്ഞ വീക്ക് ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് ആ കറക്റ്റ് ഇമോഷൻസ് മനസ്സിലാവും. ഇത് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് കാലം ട്രേഡ് ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ ഈ ഇമോഷൻസൊക്കെ ഏകദേശം മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ തിങ്കളാഴ്ച ഒരു ട്രേഡ് എടുത്ത് അത് SL അടിച്ച് ചൊവ്വാഴ്ച നോക്കുന്ന സമയത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മാർക്കറ്റ് നോക്കിയിരുന്നു, ഒറ്റ ട്രേഡും കിട്ടിയില്ല. പിന്നെ ബുധനാഴ്ച ഫുള്ള് പ്രതീക്ഷകളായിട്ട് വന്ന് മാർക്കറ്റിലേക്ക് രാവിലെ ഒരു ട്രേഡ് എടുത്ത് അത് SL അടിച്ച് കുറച്ച് കഴിഞ്ഞ് വീണ്ടും ട്രേഡ് എടുത്ത് അതും പ്രോപ്പറായിട്ട് നമ്മൾ റൂളൊക്കെ ഫോളോ ചെയ്ത് കറക്റ്റായിട്ടുള്ള ട്രേഡ് എടുത്ത് അത് 2 എണ്ണം എടുത്ത് 2 SL അടിച്ച്
അത് SL അടിക്കുക പറഞ്ഞാൽ എങ്ങനെയാണ് ടിപ്പിലൊക്കെ അടിച്ച് പോകുന്നൊക്കെ ഉള്ളത്. ചില ട്രേഡൊക്കെ എടുത്തിട്ട് ടിപ്പിൽ SL അടിച്ചിട്ട് ടാർഗറ്റിലേക്ക് പറന്നു പോകുന്നൊക്കെ വരുന്നുണ്ട്. ഇന്നലെ ഉണ്ടായിരുന്നു അതേമാതിരി ട്രേഡൊക്കെ. അപ്പോൾ അങ്ങനെ ബുധനാഴ്ച 2 ട്രേഡ് എടുത്ത് അത് SL അടിച്ച് പിന്നെ വ്യാഴാഴ്ച വീണ്ടും പ്രതീക്ഷകളോടെ ഒന്ന് മാർക്കറ്റിൽ നോക്കിയിരുന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മാർക്കറ്റിൽ ഇരുന്ന് ഒരൊറ്റ ട്രേഡ് പോലും കിട്ടിയില്ല. അതിനുശേഷം വീണ്ടും ഇന്നലെ വെള്ളിയാഴ്ച വന്നിരുന്ന് ഒരു ട്രേഡ് എടുത്ത് അത് SL അടിച്ച് പിന്നെ അടുത്തെടുത്ത് അത് ടിപ്പിൽ SL അടിച്ച് പോയി. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇമോഷണലി ഭയങ്കര ഡൗൺ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് പോലും നമ്മളെ റൂള് തെറ്റിച്ചിട്ട് ഒരു ട്രേഡ് പോലും എടുക്കാതെ വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അനദർ ലെവൽ ഓഫ് ട്രേഡിങ് സ്കില്ലാണ്, അല്ലെങ്കിൽ ഇമോഷൻ കൺട്രോളാണ്. അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മൾ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പഠിച്ചാൽ മാത്രമേ ഉള്ളൂ, പഠിക്കാന്നല്ല അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ട്രേഡിങ്ങിൽ പ്രോഫിറ്റബിളായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ആ രീതിയിലൊക്കെ ആയതിനു ശേഷം മാത്രം നമ്മൾ സ്ലോലി ലോട്ട് സൈസൊക്കെ കൂട്ടി കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലാതെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ലോട്ട് എടുത്ത് കുറച്ച് പ്രോഫിറ്റ് കിട്ടുമ്പോഴേക്കും നമ്മൾ ചാടി കയറിയിട്ട് വലിയ ലോട്ടിലേക്ക് ഒന്നും പോയാൽ നമുക്ക് ഈ ഇമോഷൻ കൺട്രോളൊക്കെ പോയി. ഇപ്പോൾ ഒരു ലോട്ടിൽ ചിലപ്പോൾ നമുക്ക് ഇമോഷനെ കൺട്രോൾ ചെയ്തിരിക്കാൻ പറ്റിയിട്ടുണ്ടാവും. പക്ഷേ അവിടെ നിന്ന് ഒറ്റയടിക്ക് 10 ലോട്ടിലേക്ക് പോയാൽ നമുക്ക് പറ്റില്ല. നേരെ മറിച്ച് ഒരു ലോട്ടിൽ ഒരു 1-2 മാസമൊക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ആയി ഇമോഷനൊക്കെ കൺട്രോൾ ചെയ്ത് ഇരുന്നിട്ട് ആ ഒരു കോൺഫിഡൻസ് കിട്ടിയതിന് ശേഷം 2 ലോട്ടിലേക്ക് പോയി പിന്നെ സ്ലോലി 3 ലോട്ടിലേക്ക് അങ്ങനെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡിങ്ങിന് വലിയ കുഴപ്പമില്ലാതെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റബിളൊക്കെ ആയിട്ട് പോകാൻ സാധിക്കും. നല്ല സ്ട്രാറ്റജി വേണം അതിൻ്റെ കൂടെ, അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കുറച്ച് ഇമോഷൻ ടിപ്സും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. അതായത് കഴിഞ്ഞ വീക്ക് കംപ്ലീറ്റ് SL ലോസ് വന്നിട്ട് പോലും എങ്ങനെ ഓവറോൾ ഇത്രയും പ്രോഫിറ്റ് 22% എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് തന്നെയാണ്. 22%, 20% പറഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല പ്രോഫിറ്റ്, അതും 2 ആഴ്ച കൊണ്ടാണ്. 2 വീക്സ് 20% പ്രോഫിറ്റ് ഇത്രയും SL അടിച്ചിട്ട് പോലും എത്താൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ശരിക്കും ഈ എക്സ്പെക്റ്റേഷനിലൊന്നും മാർക്കറ്റിലേക്ക് ഒരിക്കലും ഒരാൾ വരരുത്. അതും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെയുള്ള PNL കണ്ടില്ല, കാരണം ലോസും ട്രേഡിങ്ങിൻ്റെ ഭാഗം തന്നെയാണ്. മുന്നേ ജൂലൈയിലോ ഓഗസ്റ്റിലോ ഏതൊക്കെയോ മാസങ്ങളൊക്കെ ഞാൻ ലോസുള്ള മാസങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ PNL ഒക്കെ ഇതിൽ നോക്കിയാൽ കാണാം ചാനലിൽ. അല്ല, സെപ്റ്റംബറാണ് ഇതുകൊണ്ട് കറക്റ്റ് ഓർമ്മയില്ല, ചാനലിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓവറോൾ ലോസ് വരുന്ന മാസങ്ങളുണ്ടാവും. പക്ഷേ ഇങ്ങനെ ചില മാസങ്ങൾ ഓവറോൾ നല്ല രീതിയിൽ ഇത്ര 20% ഒക്കെ പ്രോഫിറ്റ് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കതൊക്കെ കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അത്രയൊക്കെയുള്ള ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. പിന്നെ ഞാൻ ഇതിൻ്റെ പുറമെ ഈ ഡെൽറ്റ എക്സ്ചേഞ്ചിൽ ഒരു അക്കൗണ്ട് എടുത്തിട്ട് ക്രിപ്റ്റോയിലും കൂടെ ട്രേഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വരുന്ന ദിവസങ്ങളിൽ ഇടുന്നതായിരിക്കും. ഡെൽറ്റ എക്സ്ചേഞ്ചിൽ എങ്ങനെ ഒരു അക്കൗണ്ട് എടുക്കാമെന്നുള്ളതും അതിൽ എങ്ങനെ ട്രേഡ് ചെയ്യാം ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു സീരീസ് മാതിരി ചെയ്യുന്നുണ്ട്. അതേപോലെ ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യുന്നതിൻ്റെ ലൈവ് ട്രേഡിങ് കൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സെബിൻ്റെ സർക്കുലറും മറ്റേതൊക്കെ നമ്മൾ ഇതിലല്ലേ ഉള്ളൂ, ഇനി ഓഹരി വിപണിയിൽ മറ്റേ സ്റ്റോക്ക് മാർക്കറ്റിൽ. ക്രിപ്റ്റോയിൽ അതൊന്നും ബാധകമല്ലല്ലോ. അതുകൊണ്ട് ക്രിപ്റ്റോ ട്രേഡിങ്ങിൽ എന്തായാലും ലൈവ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ച് ലൈവ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അടിപൊളി ഇങ്ങനെ കമൻ്റൊക്കെ ഇട്ടിനി കുറച്ച് മുന്നത്തെ ഒരു വീഡിയോയിൽ. പക്ഷേ ലൈവ് ആ സമയത്താണ് സെബി കറക്റ്റായിട്ടൊരു സർക്കുലറൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ തീരുമാനിച്ചിറങ്ങിയാണല്ലോ ലൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ക്രിപ്റ്റോയിൽ എന്തായാലും ലൈവ് ട്രേഡിങ് അറിയാൻ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്.